ശിവപുര ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. നല്ല കൊടുങ്കാടിനുള്ളിലൂടെയാണ് യാത്ര. ജീപ്പിൽ മാത്രമേ ഇവിടെ പോകാനായിട്ട് കഴിയൂ, അല്ലെങ്കിൽ ബൈക്കിൽ പോകാം. നമ്മളെ സ്വന്തം കാറിൽ പോകുന്ന റിസ്ക്കാണ്. ഇതാണ് ഞങ്ങൾ വന്ന ജീപ്പ്. ഈ ജീപ്പിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇതിനകത്ത് 8 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ജീപ്പാണ്. ഒരു ജീപ്പിൽ 2500 രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത് റേറ്റായിട്ട്. ഇവിടെ ഒരു ജീപ്പിന് കയറുന്നതിന് ഫോറസ്റ്റുകാർക്ക് പൈസ കൊടുത്തിട്ടാണ് ഇവിടെ നമുക്ക് കയറേണ്ടത്. അതിന് ഫീസുണ്ട്. 250 രൂപയാണ് ഒരു ജീപ്പിൻ്റെ റേറ്റ് ഫോറസ്റ്റിന് കൊടുക്കേണ്ടത്. ഇത് ശിവപുര എന്ന സ്ഥലത്താണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് പൂർത്തിയാക്കാനായിട്ട് വെറും 6 മാസം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ ജീപ്പുകളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. 3-4 ജീപ്പുകൾ ഇവിടെ പാർക്ക് ചെയ്യാം. ഇനി ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് നമുക്ക് നടന്നു നോക്കാം. അക്കരെ വരെ പോയി അവിടെ കുറച്ച് സമയം നിന്നിട്ട് തിരിച്ചു വരിക, കുറച്ച് ഫോട്ടോസ് എടുക്കുക. അതാണ് ഉദ്ദേശം. ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇവിടെയൊക്കെ പ്രശസ്തമായൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഈ ഡെൻഡേലി എന്ന് പറഞ്ഞാൽ ഡെൻഡേലി ടോപ്പ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാപ്പൂർ ടോപ്പ് 10 ടൂറിസ്റ്റ് പ്ലേസ് എന്ന് കൊടുക്കുമ്പോൾ അതിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഫോട്ടോ എടുക്കാനും ഇതിൽ കൂടെ നടക്കാനും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇതൊരു റിസർവോയറാണ്. ഈ റിസർവോയറിൻ്റെ കുറുക്കെയാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് പണിഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാപ്പൂരിനെയും ഉലവിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നടക്കുമ്പോൾ വലിയ കുലുക്കമൊന്നുമില്ല. സാധാരണ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നടക്കുമ്പോൾ നമുക്ക് പേടിയാവും, നല്ല കുലുക്കം അനുഭവപ്പെടും. ഇതിനകത്ത് അങ്ങനെ കുലുക്കമൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് പേടിയില്ലാതെ നമുക്ക് ഇതിലെ കൂടെ നടക്കാനായിട്ട് കഴിയും. പശ്ചിമഘട്ട മലനിരകളാണ് ഇതിൻ്റെ ചുറ്റും ഉള്ളത്. അതുകൊണ്ട് നല്ല പച്ചപ്പാണ്. നിറയെ പച്ചപ്പിൻ്റെ നടുക്കുള്ള ഒരു തടാകം. ആ തടാകത്തിൻ്റെ കുറുകെയുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇതൊരു ബൈക്കേഴ്സിൻ്റെയൊക്കെ ഒരു ഡ്രീമാണ്, ഇതിലേക്കൂടെ ബൈക്ക് ഓടിക്കുക എന്നുള്ളത്. അപൂർവം ഹാങ്ങിങ് ബ്രിഡ്ജിൽ കൂടെ മാത്രമേ ബൈക്ക് ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് നല്ല ബലമുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ബൈക്ക് ഓടിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ നീളം 234 മീറ്ററും അതിൻ്റെ വീതി 1.5 മീറ്ററുമാണ്. അപ്പം ധാരാളം ബൈക്കേഴ്സൊക്കെ ഇവിടെ വരും ഇതിൻ്റെ മുകളിലൂടെ ബൈക്ക് ഓടിക്കാനായിട്ട്. രണ്ട് ബൈക്കേഴ്സാണ് വരുന്നത്, 2 ബൈക്ക്. ഫ്രണ്ടിൽ പോകുന്ന ബൈക്കറും മറ്റ് പുറകിൽ വരുന്നാലും ലോക്കൽ വന്നിരിക്കുന്നു. രണ്ടുപേരും കൂടെ ബൈക്ക് ഓടിച്ച് പോവുകയാണ്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഉളവിലോട്ടാണ് അവർ പോകുന്നത്. അതുവഴി അങ്ങ് അവർ എല്ലാപ്പൂരിൽ ഡാൻഡേലിക്ക് പോകും. എല്ലാപ്പൂർ സൈഡിൽ നിന്ന് വന്ന് ഡാൻഡേലിക്ക് പോകാനായിട്ടാണ് ഈ ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു സൈഡ് വ്യൂ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, ചായ കുടിക്കാനും സ്നാക്സൊക്കെ ഉള്ള കടകളുണ്ട്. ഈ സൈഡിലും ആൾക്കാർ വരും. ഈ സൈഡിൽ കൂടെ ആൾക്കാർ വരും. അതിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇത് മഴയായിട്ട് പോലും ഇപ്പം ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. അപ്പം മഴയില്ലാത്ത സമയത്തൊക്കെയാണ് നല്ല ടൂറിസ്റ്റുകളുള്ള സ്ഥലമായിരിക്കും ഇത്. ഇനി നമുക്ക് റിസർവോയറിൻ്റെ അടുത്തോട്ട് നമുക്ക് നടന്ന് വെള്ളത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ കഴിയും. അതിനുള്ള വഴിയുണ്ട്, അതിന് പെർമിഷനും ഉണ്ട്. ക്ലോസ് ചെയ്തിട്ടില്ല. അതാണ് തടാകങ്ങളൊക്കെ കിടക്കുന്ന റിസർവോയറാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ, നമുക്ക് താഴെ നിന്നുള്ള വ്യൂ കിട്ടും ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ. അതെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് താഴോട്ട് ഇറങ്ങിയത്.